കോഴിക്കോട് ചെറുവണ്ണൂരിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരവുമായി സംസ്ഥാന സർക്കാർ. യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തീർത്ത് ചെറുവണ്ണൂർ പാലം അടുത്ത വർഷം ആദ്യവാരം തന്നെ തുറന്നുകൊടുക്കും. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 100ഓളം വരുന്ന സമീപത്തുള്ള കടകളും മറ്റു കെട്ടിടങ്ങളും പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. 40 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. ഇതിനായി ബജറ്റിൽ 250 കോടിയിലേറെ രൂപയാണ് വകയിരുത്തിയത്. പാലം നിർമ്മാണത്തിന്റെ ആദ്യപടിയായി സമീപത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ തുടങ്ങി. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം 2026 ജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനമാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചെറുവണ്ണൂർ പാലം നമുക്ക് കരുണ ആശുപത്രി മുതൽ ഏകദേശം ഫറൂഖ് പുതിയ പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള 900 മീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള വലിയ പാലമാണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണെന്ന് ആരംഭിക്കുന്നത്. ഇതിനോട് എല്ലാവരും സഹകരിച്ചു. വ്യാപാരികൾ, നാട്ടുകാർ എല്ലാവരും സഹകരിച്ചു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 2026 വർഷത്തിൻ്റെ സമ്മാനം ആയി ഇത് ഒരു പുതുവത്സര സമ്മാനമായി പാലം നാടിന് സമർപ്പിക്കണമെന്നാണ്. പാലത്തിന്റെ അടിയിലുള്ള ഭാഗങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഇടങ്ങളാക്കി മാറ്റും. മീൻചന്ത പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങാൻ സാധിക്കുമെന്ന് കരുതുന്നതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജനങ്ങൾ ദീർഘകാലമായി അനുഭവിക്കുന്ന ഗതാഗത കുരുക്കിനാണ് ഇതോടുകൂടി പരിഹാരമാകുക. ക്യാമറമാൻ ശൈലേഷ് കല്ലായിയോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.